ബിനിൽ വിവരങ്ങളുമായി പ്രതിഷേധം നടക്കുന്നിടത്തു നിന്നും ചേരുന്നുണ്ട്. ബിനിൽ, വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ജാഥ നടക്കുന്നുണ്ട്. പലവിധ ആവശ്യങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോഴും അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. മുന്നിലേക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മരണം പോലും അവിടെ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം മുതൽ അവിടെയുള്ള ഓരോരുത്തരും പറയുന്നതാണ്. ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് അവർ ഓരോരുത്തരും മുന്നിലേക്ക് വെക്കുന്ന ആവശ്യവും. വലിയ ജനകീയ പ്രതിഷേധമാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ തുടർച്ചയായി ജനകീയ സമിതി എല്ലാവരും ഉൾപ്പെടെ, അതായത് രാഷ്ട്രീയ മത സാമൂഹിക വ്യത്യാസമില്ലാതെ സർവ ജനങ്ങളും ചേർന്ന് ഇപ്പോൾ ഫോറസ്റ്റ് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. കോതമംഗലം DFO ഓഫീസിന് മുന്നിൽ മാർച്ച് തടയാനുള്ള ക്രമീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ മാർച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വൈദികർ, മെത്രാന്മാർ തുടങ്ങി എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ സാമൂഹ്യ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കോതമംഗലത്തെ DFO ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മാർച്ച് DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടയുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഈ സംഭവ സ്ഥലത്തും മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും വലിയ ജനകീയ രോക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ വനംവകുപ്പിന്റെ നടപടികളോടുള്ള കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് കുട്ടമ്പുഴയിലെ എൽദോസിന്റെ മരണം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുതൽ കോതമംഗലം, മൂവാറ്റുപുഴ മേഖലകളിലെല്ലാം തന്നെ അതിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ധാരാളം പേർ ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ തന്നെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അത് അവരുടെ ആ നാട് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഭീഷണിക്ക് പരിഹാരം കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. വനനിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുവാൻ വനാതിർത്തികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുവാൻ തയ്യാറാകാത്ത ഭരണാധികാരികൾ. ഒരു വശത്ത് എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. മറുവശത്ത് എൽദോസിന്റെ ജീവൻ നഷ്ടമായതിന്റെ സാഹചര്യം അത് ഇനിമേൽ ഒഴിവാക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള ജനകീയ പ്രതിഷേധ ജാഥ നടക്കുകയാണ്. ഇനി ഒരാൾക്ക് കൂടി അവിടെ ആ മേഖലയിൽ വന്യജീവി ശല്യത്തിൽ ജീവൻ നഷ്ടമാകരുത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഒന്നാകെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംഘടനകളും അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നത്. ജാഥ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നവിടെ ജനകീയ ഹർത്താൽ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം, ഇനിയും ഒരു ജീവൻ ഇങ്ങനെ പൊലിയരുത്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും രക്ഷ വേണം. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കണം. അത് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ആവശ്യം കഴിഞ്ഞ ദിവസം ഓരോരുത്തരും മുന്നിലേക്ക് വെച്ചതാണ്. കളക്ടർ വന്നപ്പോൾ അതിശക്തമായ പ്രതിഷേധം അത് മുന്നിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. മൃതദേഹം മാറ്റാൻ പോലും അനുവദിച്ചിരുന്നില്ല. 27-ാം തീയതി കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഉന്നതതല യോഗം ചേരും. ഇന്നലെ കളക്ടർ അവിടെ എത്തി പ്രതിഷേധക്കാരോട് കൈകൂപ്പി അപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് ആ മൃതദേഹം അവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ പോലും ജനങ്ങൾ തയ്യാറായത്. കാട്ടുമൃഗങ്ങളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയുവാൻ സത്വരമായ നടപടികൾ സ്വീകരിക്കുവാൻ ഭരണാധികാരികളും വനംവകുപ്പും തയ്യാറാക്കണമെന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ജനകീയ പ്രതിഷേധ മാർച്ചിന് നമ്മൾ ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുത്തത്. ഈ DFO ഓഫീസിന്റെ മുൻവശത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപത പ്രസിഡന്റ് ശ്രീ സണ്ണി കടൂത്താടയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചാനൽ ഒരു ഇത്രയും കൂടി ഒരു ശകലം കൂടി അങ്ങോട്ട് മതമേലധ്യക്ഷന്മാരെ, ജനപ്രതിനിധികളെ, ഈ ജനകീയ പ്രതിരോധ മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന്
ഗതികെട്ട ഒരു ജനത തെരുവിലിറങ്ങിയപ്പോൾ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ആപ്തവാക്യം വന്യമൃഗങ്ങളിൽ നിന്നും ഈ ഓഫീസുകളുടെ ഇടയ്ക്ക് അകത്തിരിക്കുന്ന വനം വകുപ്പുകാരിൽ നിന്നും ജനത്തെ രക്ഷിക്കണമെന്നാണ്. വന്യമൃഗങ്ങളിൽ നിന്നും മാത്രം പോരാ രക്ഷ. കാട്ടുപോത്തിനേക്കാളും കാട്ടുപന്നിയേക്കാട്ടിലും മൃഗീയമായിട്ട് ജനങ്ങളോട് പെരുമാറുന്ന വനം വകുപ്പുകാരിൽ നിന്നും മനുഷ്യരെ, കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ജനകീയ പ്രതിഷേധ മാർച്ച് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ വനം വകുപ്പുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പകൽ ഉറക്കം നടിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കാട്ടുമൃഗങ്ങളെക്കാട്ടിലും ഭീഷണി യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യജീവന് നൽകുന്നത് ഈ വനം വകുപ്പുകാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 3 മനുഷ്യ ജീവിതങ്ങളാണ് കോതമംഗലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പിടഞ്ഞു തീർന്നത്. കാഞ്ഞിരവേലിയിൽ ഇന്ദിരയമ്മ എന്ന വീട്ടമ്മ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചമ്പൻകുഴിയിൽ ആൻമേരി എന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് മരണപ്പെട്ടു. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എൽദോസ് കുട്ടമ്പടിക്കടുത്ത് ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുമ്പോൾ കാട്ടാന വലിച്ചു കീറി അതിദാരുണമായി കൊലപ്പെടുത്തി. വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. മറുവശത്ത് എൽദോസും യാത്രയായിരിക്കുകയാണ്.